അപ്പം ഇന്നത്തെ വ്ലോഗ് എങ്ങനെ എനിക്കൊരു അനിയത്തിനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പണ്ടും കൊച്ചിലേ അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ഇത്രയും മേക്കപ്പ് സാധനം ഇതിനകത്ത് ഞാൻ പലതും യൂസ് ചെയ്യാത്തതുണ്ട്. ഇവനിൽ പരീക്ഷിച്ച് ഞാൻ എൻ്റെ മേക്കപ്പ് കലവിരുത് എടുക്കാൻ പോവാണ്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാം, എനിക്ക് ഇതിനകത്ത് ഫസ്റ്റ് എന്തിടണമെന്നറിയാൻ വേണം. എന്തായാലും നമുക്ക് ഇത് ഇട്ട് നോക്കാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഇതുമേലൊരു താജ്മഹൽ ഞാൻ പണിയും. എന്നിട്ട് കരവരുത് ഞാൻ എടുക്കാൻ പോകും. മറ്റേ പടത്തിന് ഇതിനകത്ത് പറയുന്നത് നിനക്ക് കൊടുക്കത്തെ ഗ്ലാമറാണോ പന്നി. ഓർക്കുന്നുണ്ടോ പണ്ട് അച്ഛൻ പണിയും കഴിഞ്ഞ് വരാൻ നേരത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രോക്കൊക്കെ ഇടിയിപ്പിച്ച് ഇവനെ പറ്റിച്ചിട്ടുണ്ട്. ഇവനെ അല്ല, സോറി, അച്ഛനെ പറ്റിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രോക്കും ഒരു തട്ടമൊക്കെ ഇടിയിപ്പിച്ച്. എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, റാഷി എന്നായിരുന്നു അവിടെ പേര്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവളാണെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ പറ്റിച്ചിട്ടുണ്ട്. അവളെപ്പോഴും ഒരു ഞായറുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരും. അവളാണെന്നും പറഞ്ഞിട്ട് തട്ടമൊക്കെ ഇടിയിപ്പിച്ച് എൻ്റെ ഒരു ഫ്രോക്കൊക്കെ ഇടിയിപ്പിച്ച് തിരിച്ച് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തത് ഇത്. ഇവൻ ഇതൊക്കെ ഇട്ട് വരാൻ നേരത്തേക്കും ഭയങ്കര ഗ്ലാമർ ആകുമെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് ആണ് ഇവൻ്റെ ഫാൻസ് പറഞ്ഞതന്നെ വരും ഞങ്ങളുടെ ചെറുക്കൻ എന്തെങ്കിലും ഗ്ലാമറാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇവന് കുറച്ച് മതി. എനിക്ക് ചിലപ്പോൾ അസൂയ വരാറുണ്ട് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ. ഇതൊക്കെ മറ്റേ അവർ എന്തോ ഒരു സംഭവമൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെയൊക്കെ ഇത് ഞാൻ കുറേ എന്നിൽ പരീക്ഷിച്ചതാണ്. എനിക്ക് ഭയങ്കര പാടാണ് ഇത് വരക്കുന്നത്. അല്ല, പിരിക ഇങ്ങനെ പിരികത്തി ഇതൊക്കെ വെച്ചാൽ പിരികമൊക്കെ ഭയങ്കര ഷേപ്പാകുമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിനും വേണ്ടിയുള്ള ഇതൊന്നും ഇവിടെ ഒരു വെട്ടി പാടുണ്ട്. ഇത് സ്റ്റൈലിന് വേണ്ടി ഇട്ടല്ലോ, കൊച്ചിയുടെ കസേര കൊണ്ട് ഇട്ടിച്ച് പൊട്ടിച്ചതാ. അതെങ്ങനെ ഇത് മുട്ടിച്ച് ചോരത് ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എടിച്ചാരും നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കുക, നീ പേടിക്കരുത്, ഫസ്റ്റിലേ അത് പറഞ്ഞു തന്നു. പക്ഷെ ഇപ്പൊ ഇത് ഫ്രീക്കായില്ലേ, ഇപ്പൊ ആണുങ്ങളെല്ലാം ഇങ്ങനെ ട്രിമ്മറൊക്കെ കൊണ്ട് വെട്ടി കൊണ്ട് നടക്കും, ആവശ്യം വന്നില്ല. അതിപ്പോഴും ഓർക്കാൻ നേരത്ത് നെഞ്ചിനകത്ത് പേടിയാണ്. എന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന് പണ്ടേ ഉള്ള പരിപാടിയാ. പിന്നെ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോഴേക്കും ഇവിടെ പോലെ ഇപ്പൊ ചിരിക്കുന്നു. അന്ന് കരഞ്ഞു കൂവി ഞാൻ അവനല്ല, അന്നും അവനില്ലേ പറഞ്ഞത് പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതെന്തിനാണോ ഞാൻ വാങ്ങിയത് എനിക്കറിഞ്ഞുകൂടാ സത്യമായിട്ടും. ഇതില്ലേ ഓരോരുത്തരെ ഇടുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ലൈറ്റും വെയിലൊക്കെ കൊള്ളാൻ നിർത്തിക്കുന്ന തെളിഞ്ഞിങ്ങനെ ഇരിക്കും. ഈ വൃത്തിയോട്ടവനാകുമ്പോൾ എറിച്ച് നിൽക്കുമെന്ന് തോന്നുന്നു. ഞാനിതില്ല വീട്ടിൽ നിൽക്കാൻ നേരത്തിടും, പലയിടത്തും പോകുമ്പോൾ ഇടത്തില്ല. എനിക്ക് ചമ്മലാണ്. ഒന്നാമത്തെ കാര്യം മേക്കപ്പ് ഒന്നും ഇടണം അറിയാൻ വേണം, അതിൻ്റെ ഒരു ഇതാണ്. എന്നാൽ എന്നെ കണ്ടാൽ എല്ലാവരും പറയുന്ന പുട്ടിയാണെന്നാണ് പറയുന്നത്. ഒരിച്ചിരി പൗഡർ ഇട്ടാലും പറഞ്ഞ എന്നെ പുട്ടിയാണെന്ന് പറയും. ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ, ആണെന്ന് തോന്നുന്നു. ഇവൻ എന്നെ ഇടക്ക് പറയുന്നത് എന്തുവാണെന്നറിയാമോ, എന്നെ അത്രക്ക് ഓവറായിട്ട് ഒരുക്കണ്ടെന്ന്. ക്യാമറ ഓഫാക്കി ഇടുമ്പോൾ ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തും, ഇതൊന്നും ഇടണ്ട, ഇതൊന്നും ഇടാത്ത ഏത് പെണ്ണാടാ, ഇതൊന്നും ഇടണ്ട, ഇത് പോയില്ലെങ്കിൽ എന്നെ ഇടിക്കുമെന്നൊക്കെയാ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ പറയുന്നേ. കണ്ണാടാ ഇവൻ്റെ കണ്ണ് പണ്ട് എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയായിട്ട് വരും. ഇവനെങ്ങാനും പെണ്ണായിരുന്നെങ്കിൽ ഇവനെ ഞാൻ ഒരിക്കൽ കുളവാക്കി വിട്ടേനെ.
ഈ കണ്ണെന്തിനാ വിറപ്പിക്കുന്നേ? അതൊക്കെ അങ്ങനെ. ഇങ്ങനെ ഇച്ചിരി മറ്റേ ആ നിവിൻ പോളിയുടെ പടത്തിൻ്റെ പേരെന്തുവാടാ? മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ അതിനകത്ത്? അവളെ പോലെ സുമേനെ പോലെ ഒരുക്കാം. എനിക്ക് തന്നെ ഒരുങ്ങണത് അറിയാൻ മേല, എന്നിട്ടാ ഞാൻ ഇവനെ ഒരുക്കുന്നത്. ഇപ്പം കണ്ണുറക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. ഈ കണ്ണടച്ചിരിക്കാൻ നേരത്ത് നമുക്ക് എന്ത് വേണേലും പറയാം. കണ്ണാണ് അടച്ച്, ചെവിയല്ല. പറഞ്ഞാൽ കേൾക്കും. അയ്യോ, പറഞ്ഞാൽ കേൾക്കും. കാണിക്കാം കണ്ണടച്ചിരിക്കുമ്പോൾ. നീ ഇപ്പം എന്തോ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ കാണിക്കുവാടാ. മുടുക്കി ഇതൊന്നും അവന് ഇടിയിപ്പിക്കത്തില്ലെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ അതെന്തുവാ? അത് മറ്റേ കൺപീലിയിൽ ഇങ്ങനെ എന്തായാലും തൂത്ത പറഞ്ഞാൽ പോകണം. എന്തുവാണെങ്കിലും എന്തുവാ. ഇനി അഥവാ പോയില്ലെങ്കിൽ എവിടെ പോകുന്നു? എങ്ങും പോണില്ലല്ലോ നമ്മൾ. ഒരു ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെ ത്യാഗം സഹിക്കുന്ന ഒരു അനിയും, ഇവനല്ലാത്ത പറ അനിയും കുട്ടൻ എവിടെ കിട്ടും? എടാ ഇത് മേപ്പോട്ടാണെന്ന് തോന്നുന്നു വെക്കുന്നത്. എടാ നീ കണ്ണ് വിറപ്പിക്കാതെ. കണ്ണിൽ തൊട്ടാൽ കണ്ണ് വിറക്കത്തില്ല. കണ്ണ് വിറപ്പിച്ച പലയിടത്തും കൊണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ണടിച്ച് പൊട്ടിച്ചെന്ന് പറയരുത്. എൻ്റെ അമ്മ ഇതൊക്കെ കാണണം. വീഡിയോ കണ്ടോളിട്ട് നേരെ സത്യമാ. നേരെ ഒരു പെണ്ണിൻ്റെ വീക്കുണ്ടായിരുന്നു. ഇത്രയും ഭാഗം നീ നോക്കിക്ക്. കൊള്ളാം. നമുക്ക് മറ്റേ ഷാളിട്ട് ചെയ്ത് നോക്കാം. നിന്റെ കണ്ണ് ചുമന്നിരിക്കും. ഇവൻ്റെ പൊട്ടൊക്കെ വെച്ച കണ്ണടച്ചിരുന്ന് പതൊക്കെ നിർത്തി നേരെ മറ്റേ കണ്ണായി ഇല്ലേ കൃഷ്ണനായിട്ട് ഒരുങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നു. അത് നിനക്കൊരു ഇതില് ഇനി ചുണ്ടിലത് അതിടാൻ അവന് ഇഷ്ടമാ. അതിന് മുന്നേ ഈ തൂക്കാൻ നേരത്ത് വരണ്ടേ. നമുക്ക് ഈ മീശയും താടിയൊക്കെ കളഞ്ഞിട്ട് ചെയ്യായിരുന്നു. ഏതാടി ഇവളെയൊന്നും വീട്ടിക്കാറ്റാൻ കൊള്ളത്തില്ല. എനിക്ക് ഇവൻ്റെ ചുണ്ടും ഭയങ്കര ഇഷ്ടം. എല്ലാവരും കൊതിച്ച് എല്ലാവരും അല്ല, മെയിനായിട്ട് ഞാൻ കൊതിച്ച് ആ ചുണ്ടയിൽ കമ്പൊക്കെ കുത്തിക്കയറ്റി നശിപ്പിച്ചപ്പോൾ സമാധാനമായി. ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ എന്തിനാ രഞ്ജിത്തേട്ടൻ തന്നെ വന്നാലും മതി. പക്ഷെ ഇവിടെ ആരും വരത്തില്ല കല്ലുമല്ലാതെ നിന്നെ തിരക്കി. നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ എന്താണ് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ചുണ്ടിങ്ങനെ വെക്കാം അങ്ങനെ വെക്കാന്ന് പറയാം. എനിക്കതൊന്നും അറിയാതെ എനിക്കറിയാവാന്ന് ആദ്യമേ നീ ചോദ്യം. എടാ ഇതെന്തുവാടാ ചുണ്ട് ഇച്ചിരിയും കൂടെ ഇതാക്കിക്കട. ചുണ്ടൊരു ഇത് കിട്ടിയില്ല. യക്ഷിപ്പല്ല് പോലെ അങ്ങ് നിൽക്കുക. എനിക്കറിയാം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇൻഫ്ലുവൻസിന്റെ വീഡിയോ അതെന്തിനാ സത്യം കാറ്റടിക്കില്ല ആയിരിക്കും. എന്ത് കാറ്റ് കിട്ടാനാണ്. മേളിലത്തെ ചുണ്ട് ഇങ്ങനെ രഞ്ജിത്തേട്ടൻ വരാൻ നേരത്ത് ഇത് കളഞ്ഞാൽ മതി. എപ്പടി അത് ഇത്ര നല്ലതാണ്. ബാക്കിയെല്ലാം നല്ലതായിട്ട് കുഴപ്പമില്ല. ഞാൻ ഒരുക്കാൻ നേരത്തെ എന്തുവാ പറഞ്ഞ? എനിക്കേ ഒരുങ്ങുന്ന അറിയാൻ മേല. ഇതിപ്പം മറ്റേ
അതില്ലെങ്കിൽ എന്ത് പെണ്ണ്? ഇന്നൊരു ദിവസം മൊത്തം ഇങ്ങനെ ഇരിക്കുമോ? അതെന്താ ഇരുന്നാലെന്താ? എൻ്റെ കയ്യിൽ ഏത് കളറും ചേരും. ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എൻ്റെ മോനെ, ഇതെന്ത് കളറാ? പർപ്പിളാ? വയലറ്റ് അങ്ങനെയൊക്കെ പർപ്പിൾ. ഇതാണ് ലാവൻഡർ. ലാവണ്ടർ. മറ്റേ അവിടെ കല്യാണത്തിന് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ ഉണ്ടോ? ഇങ്ങനെ വായിക്കാം. കമ്പിയാണ്, കമ്പി. ഇങ്ങനെ കാണിക്കും. ഇനി നമുക്ക് ഷാളിട്ട് റെഡിയാക്കാം. അതുണ്ട്, അത് ഞാൻ മൂടി കൊടുത്തോളാം. അല്ല പിള്ളേ, സ്നാപ്ചാറ്റിന്റെ ഫിൽറ്ററിൽ മ്യൂസിയം താടി കളഞ്ഞാല് അങ്ങനെ കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ണ് മാത്രം. യാ മോനെ, എന്റെ പൊന്നച്ച, ഇതെന്നതാണ്? രഞ്ജിത്തേട്ടൻ വന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? എന്നാ രസമൊന്ന്, ഇവനെങ്ങാനും പെണ്ണായിരുന്ന അങ്ങേര ഇവളെ കെട്ടത്തുള്ളായിരുന്നു. പെണ്ണിന്റെ താടിയുണ്ട്. നിക്ക് ഞാൻ കാണിച്ചു തരാം. ഭയങ്കരമായി പോയ ഇച്ചിരി മുഖം കാണിയില്ലേ? മുഖം കാണിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതണം, ഇങ്ങനെ എഴുതണം. അങ്ങനെ വെക്കണ്ട. താത്ത, ഈ താത്ത അങ്ങനെ അത്രയും കട്ടിക്ക് മൂക്ക് മൂടിയാല് കണ്ണ് മാത്രം കാണിക്കും. അതേ കണ്ട. ഇപ്പൊ ഒരു പെണ്ണായി തോന്നില്ലേ? നമ്മന്റെ പേര് താടി കണ്ടോട്ടെ. അല്ലേ ആണെന്ന് പറഞ്ഞിരിക്കേ. നെയ് പോളിഷ് എന്തിയെ? നെയ് പോളിഷ് ഇട്ട കൈയാണ് ഇങ്ങനെ നിക്ക്. ഈ കൈ മാറ്റി, ഈ കൈ നമുക്ക് കെട്ടി വെക്കാം. മന്ദഹാസം മന്ദഹാസം വാ മൂടി കെട്ടിച്ച് മന്ദഹാസം ഞാൻ എങ്ങനെ കാണിക്കും? കണ്ണുകൊണ്ട് കാണിക്കണം. അത് നവരസം കണ്ണിൽ വിളരട്ടെ. പെണ്ണിന്റെ വേഷം കെട്ടിയപ്പോഴാ പീഡിപ്പിക്കാൻ വരുന്നേ. അപ്പൊ എന്റെ ഈ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ നമ്പറൊക്കെ കമന്റ് ബോക്സ് ഇടുന്നുണ്ട്, വിളിക്കാം. പെണ്ണുങ്ങളല്ലേ, വിളിച്ചോട്ടെ. ചെക്കന്മാര് വിളിച്ചോട്ടെ. പിന്നെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മനുഷ്യനെയാണ്. ഇയാളല്ലേ തന്നെ എന്റെ അനിയന്റെ കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ